ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപത്യേ. അടുത്ത തവണ ഒരാളെ മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുന്നതിന് മുൻപും അയാളുടെ വ്യക്തിഹത്യ നടത്തുന്നതിന് മുൻപും സംസാരം കൊണ്ട് ഒരാളുടെ മനസ്സ് ദുഃഖിപ്പിക്കുന്നതിന് മുൻപും ഒരാളെക്കുറിച്ച് അവിഖ്യാതി പറയുന്നതിന് മുൻപും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് ചെയ്യാത്തതായി ആരുമില്ല. ആംഗലേയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഡോപ്പാമിൻ റിലീസ് കിട്ടും, ഒരു സുഖം കിട്ടും മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ, മറ്റൊരാളെ ചീത്ത വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ. ഇതൊക്കെ ഒട്ടുമിക്ക എല്ലാവരും അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരാളെ മോശം വാക്കുകൾ കൊണ്ട് വിളിക്കുമ്പോൾ, ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന്? ഒരാളെ മോശം വാക്ക് വിളിക്കുമ്പോൾ, അയാളോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മഭാരം കൂട്ടുകയും മറ്റേയാളുടെ കർമ്മഭാരം കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ മോശം വാക്കുപയോഗിച്ച് ചീത്ത പറയുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ക്രിയമന്ന കർമ്മമാണ് സംഭവിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മഭാരത്തെയാണ് ക്രിയമന്ന കർമ്മം എന്ന് പറയുന്നത്. ഒരാളുടെ വ്യക്തിഹത്യ നടത്തുമ്പോൾ, സംസാരത്തിലൂടെ നടത്തുമ്പോൾ അവിടെ പ്രത്യേകിച്ച് സംഭവിക്കുന്ന ഒരു കാര്യം, അയാളുടെ മനസ്സ് ദുഃഖിക്കുകയും, ഇപ്പോൾ നമ്മൾ ഒരാളുടെ ശാരീരികമായും മാനസികമായിട്ടും വേദനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ മാനസികമായി വേദനിപ്പിക്കുമ്പോൾ, മാനസികമായി ഒരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നമ്മളുടെ കർമ്മഭാരം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മഭാരമായിരിക്കും പിന്നീട് നമുക്ക് രോഗാവസ്ഥകളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടും പിന്നീട് ജീവിതത്തിൽ വരുന്നത്. പക്ഷെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ആരെയും ശാരീരികമായി ഒരു ഉപദ്രവവും നടത്തിയിട്ടില്ല, മത്സ്യമാംസാദികൾ കഴിക്കുന്നില്ല, ഒരു മൃഗത്തെയും ഒന്നിനെയും അങ്ങനെ പീഡയ്ക്ക് ഇരയാക്കുന്നില്ല. എത്ര മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നാലും, എത്ര ക്ഷേത്രങ്ങളിൽ പോയാലും, ഇനി എത്ര ആളുകളെ നിങ്ങൾ ശാരീരികമായി ഉപദ്രവിക്കുന്നില്ലെങ്കിലും ഒരാളെ മാനസികമായി നിങ്ങൾ ഉപദ്രവിക്കുകയാണെങ്കിൽ, ഒരാൾക്കെതിരെ നിങ്ങൾ ചില വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കർമ്മഭാരം കൂട്ടുകയാണ്. ഇങ്ങനെ കർമ്മഭാരം കൂട്ടുന്നത് പിന്നീട് ഒരു രോഗാവസ്ഥയായി വരുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ എന്താണ് ഇതിന് മാത്രം ചെയ്തതെന്ന്. പക്ഷെ നിങ്ങൾ അറിയാതെ പോകുന്നൊരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചിലരെ വേദനിപ്പിക്കുമ്പോൾ, അതും ഒരു കാരണവുമില്ലാതെ വേദനിപ്പിക്കുമ്പോൾ, നമ്മൾക്ക് അത് ആരാണെങ്കിലും അത് ഫലിക്കും. അതിൻ്റെ തിക്താനുഭവങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് പലരും മാതാപിതാക്കളെയൊക്കെ ഒരു തെറ്റും ചെയ്യാതെ തന്നെ അവരെത്ര നന്നായി പെരുമാറിയാലും അവരെ നിങ്ങൾ മോശം വാക്ക് പറയാറുണ്ട്. ഇത് തന്നെ തിരിച്ചും സംഭവിക്കാറുണ്ട്. അച്ഛനമ്മമാരാണെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത മക്കളെ ഉപദ്രവിക്കുകയോ അവരോട് മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ തിരിച്ചും ഉണ്ടാകും. പുത്രധർമ്മമുണ്ട്, മാതൃധർമ്മവുമുണ്ട്. രണ്ട് ധർമ്മവുമുണ്ട്. മക്കളോട് ചെയ്യേണ്ട കടമയുണ്ട്, മക്കൾ ചെയ്യേണ്ട കടമയുണ്ട്. രണ്ട് തന്നെയാണെങ്കിലും നിങ്ങൾ മോശം വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളോട് അടുത്ത് നിൽക്കുന്നവരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും, അതേസമയം നിങ്ങളുടെ അയൽവക്കക്കാരനോടോ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ആളുകളോടോ നിങ്ങൾ മോശമായി പെരുമാറുകയാണെങ്കിലും നിങ്ങൾ കർമ്മഭാരം കൂട്ടുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആരാണ് എന്ന് വെച്ചാൽ തിരിച്ച് പ്രതികരിക്കാത്തവരാണ്. എന്ത് സംഭവിച്ചാലും തിരിച്ചൊരു വാക്കുപോലും പറയാത്ത ചിലർ കാണും. എന്ന് വെച്ച് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് ഒരാൾ അവിഖ്യാതി പറഞ്ഞു വരുത്തുകയാണ്, അത് നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം. വളരെ വലിയ രീതിയിൽ തന്നെ പ്രതികരിക്കണം. അത് നിങ്ങളുടെ ധർമ്മമാണ്. അതായത് മഹാഭാരത യുദ്ധത്തിൽ അർജുനെതിരെ യുദ്ധം ചെയ്യുന്ന കൗരവർ, അവരുടെ മുന്നിൽ അർജുൻ വില്ലേന്തിയില്ലെങ്കിൽ ഉറപ്പായും അവിടെ ഒരു മഹാവിനാശം സംഭവിക്കും. എങ്കിൽ ഇങ്ങോട്ട് അങ്ങനെയുള്ള യുദ്ധങ്ങൾക്ക് വരുമ്പോൾ തിരിച്ച് യുദ്ധം ചെയ്യണം. അത് തന്നെയാണ് ധർമ്മം, അത് തന്നെയാണ് നല്ല കർമ്മവും. എങ്കിൽ നിങ്ങളെ വെറുതെ ഒരാൾ മോശം വാക്കുകൾ പറയുകയാണ്, അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്കറിയാം വെറുതെ പറയുന്നതാണ്, എങ്കിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോകണ്ട. അവിടെ ഒരു ആവശ്യവുമില്ലെങ്കിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട. നിങ്ങളെ വെറുതെ കുറ്റം പറയുകയാണ്, നിങ്ങളെ വെറുതെ പ്രതിക്കൂട്ടി നിർത്തുകയാണ്, നിങ്ങളുടെ കർമ്മങ്ങൾ വെറുതെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രതികരിക്കാൻ പോകണ്ട. അവിടെ സൈലൻ്റ് ആയിട്ട് നിന്നാലും മതി, അവിടെ മിണ്ടാതെ നിന്നാലും മതി. അതിൻ്റെ 100 ഇരട്ടി, നിങ്ങളോട് കാണിക്കുന്നതിൻ്റെ 100 ഇരട്ടി അയാളുടെ ജീവിതത്തിൽ കർമ്മഭാരമായി വരും. അതേസമയം നിങ്ങളെ ഒരു മോശം വാക്കുകൾ കൊണ്ട് അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ 100 എണ്ണം തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാൾ വലിയ കൊടിയ പാപമാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം കർമ്മഭാരം കൂട്ടാതിരിക്കുകയും മറ്റുള്ളവൻ്റെ കർമ്മഭാരത്തെ കുറയ്ക്കാതിരിക്കുകയും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കർമ്മഭാരത്തെ കുറച്ചു വരാനും നിങ്ങൾ ശാന്തരാകാനും ശ്രദ്ധിക്കുക. ഈ ശാന്തരാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുകയും മറ്റുള്ളവരെ മോശം വാക്കുകൾ കൊണ്ട് സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കർമ്മഭാരം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോലും അറിയാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കർമ്മം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള
വേദനയും ശാരീരികമായിട്ടുള്ള വേദനയുമാണ്. അല്ലാതെ ഒരാൾക്കിട്ട് നിങ്ങളൊരു അടി വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അത് കർമ്മഭാരമാക്കുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് തീർത്തും തെറ്റാണ്. പല മോഡേൺ രീതിയിലും പറയുന്നത് മനസ്സിൻ്റെ വേദന ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലുതാണ് എന്നാണ്. അപ്പോൾ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും മോശം വാക്കുകൾ അങ്ങോട്ട് ചെന്ന് ഒരാവശ്യവുമില്ലാതെ പറയാതിരിക്കാനും ശ്രദ്ധിക്കുക. പറയേണ്ട കാര്യങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പറയുക. അതിന് മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക, കൃത്യമായി നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കുക. അതിന് വേണ്ടി എങ്ങനെ പ്രതികരിക്കണമെന്നും എങ്ങനെ വ്യക്തമായി പ്രതികരിക്കണമെന്ന് ബോധമില്ലാത്ത ആളുകളാണ് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മോശം വാക്കും ഉപയോഗിക്കുന്നവരാരാണ്? കഴിവില്ലാത്തവരാണ്. അതായത് തൻ്റെ സംസാരത്തെ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള കാര്യത്തെ നേരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കാത്തവരാണ് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കാരണം, നിങ്ങൾക്ക് എന്താണോ മറ്റൊരാളെ കൊണ്ടുണ്ടായ കുഴപ്പങ്ങൾ, അതെല്ലാം നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ വ്യക്തവും സ്പഷ്ടവുമായി വ്യക്തമാക്കുക. അതിന് വേറെ ഒരു രീതിയിലുള്ള ചീത്ത വാക്കുകളുടെയും കൂട്ടുപിടിക്കാതിരിക്കുക എന്നുള്ളത് പരമാവധി ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടുമ്പോൾ തമാശയ്ക്ക് കാര്യങ്ങൾ പറയുന്നത് പോലല്ല ഒരാളുടെ വ്യക്തിഹത്യ നടത്തരുത് എന്ന് ചിന്തിക്കുക. കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഇനി വീട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഒരാളുടെ വ്യക്തിത്വത്തെ ഒരു പരിധിയിൽ കൂടുതൽ ഹനിക്കാതിരിക്കുക. അയാൾക്കത് വേദന ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പല യോഗിമാരുടെ കഥയിലൊക്കെ പറയും, നമ്മളോട് ഈ അവധൂത സന്യാസിമാരൊക്കെ നമ്മളെ 2 ചീത്ത വാക്ക് പറഞ്ഞാൽ അത് അവർ അനുഗ്രഹിക്കുന്നതാണ് എന്ന് പറയും. അവധൂത സന്യാസിമാരുടെയൊക്കെ എടുത്ത് നമ്മൾ അനുഗ്രഹത്തിന് പോയാൽ പൊടാ എന്ന് പറയും. ആ പറയുന്നത് അവരുടെ അനുഗ്രഹമാണ്. കാരണം അവരുടെ നല്ല കർമ്മം നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ആ നല്ല കർമ്മം നമുക്ക് തരുന്നതാണെന്ന് പറയും. അപ്പോൾ അവരുടെ അനുഗ്രഹം അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാകണം ഇതിലൊക്കെ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുക. ആദ്യം തൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതിനു ശേഷം വേറെ ഏത് മഹാക്ഷേത്രത്തിൽ ചെന്നാലും അതിൻ്റെ അനുഭവങ്ങൾ ഗുണമായി നിങ്ങളിലേക്ക് വരും. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ.